ക്ലബ് വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ഒറിജിൻ താരം അല്ലെങ്കിൽ ആദ്യത്തെ OCA താരം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നദാൻ ലോബോ എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പം ക്ലബ് വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ. നമ്മൾ ഓൾറെഡി ക്ലബ് വേൾഡ് കപ്പ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഈ നദാൻ ലോബോ എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ പറ്റി പറയുമ്പോൾ ഇദ്ദേഹം ന്യൂസിലൻഡ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കളിക്കാരനാണ്. 22 വയസ്സുകാരനായിട്ടുള്ള അദ്ദേഹം ഒരു ഫുൾ ബാക്കാണ്. ന്യൂസിലൻഡ് ക്ലബ്ബായിട്ടുള്ള ഓക്ലാൻഡ് സിറ്റി FC എന്ന് പറഞ്ഞിട്ടുള്ള ക്ലബ്ബിലാണ് ഇദ്ദേഹം ക്ലബ് വേൾഡ് കപ്പ് മത്സരം കളിച്ചത് എന്നുള്ളതാണ്. ഓക്ലാൻഡ് സിറ്റി FC എന്ന് പറഞ്ഞ ക്ലബിനെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ ക്ലബ്ബിലുള്ളത് കൂടുതലും സെമി പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലേയേഴ്സാണ്. അതായത് ആ ഒരു ക്ലബ്ബും ആ ലീഗും ഒക്കെ ഒരു സെമി പ്രൊഫഷണൽ ലീഗാണ് എന്നുള്ളത്. അവിടെ ഫുൾ ടൈം ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെ ഇല്ല. പലരും മറ്റു ജോലികളുള്ളവരാണ്, സ്റ്റുഡൻസ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചാണ്. നദാൻ ലോബോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു താരത്തെ പറ്റി പറയുമ്പോഴും ഇദ്ദേഹം ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇപ്പം ഹെൽത്ത് സയൻസിൽ ജസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ലാസ്റ്റ് മന്തോ മറ്റുമാണ് അദ്ദേഹം ആ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ശേഷമാണ് അദ്ദേഹം ക്ലബ് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിഗ് ടൂർണമെൻറ്റ് കളിക്കാനായിട്ട് എത്തുന്നത്. എന്താണെങ്കിലും ബയൺ മ്യൂണിക്കിനെതിരെ നടന്നിട്ടുള്ള മത്സരത്തിലാണ്, അതായത് ആദ്യം നടന്ന മത്സരത്തിലാണ് അദ്ദേഹം കളിക്കുന്നത്. ഏതാണ്ട് 66 മിനിറ്റോളം അദ്ദേഹം ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ് കളിച്ചത്. ഇപ്പോൾ സ്പോർട്സ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ഇന്ത്യൻസ് ആണ് എന്നുള്ളതാണ്. അതായത് മാതാപിതാക്കൾ ന്യൂസിലൻഡിലേക്ക് കുടിയേറി പാർത്തവരാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പിതാവ് കർണാടകയിലെ മാംഗ്ലൂർ, അതായത് മംഗലാപുരം സ്വദേശിയാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു ഗോവക്കാരിയാണ്. പിന്നെ അവർ ജനിച്ചതും വളർന്നതുമൊക്കെ, അവരുടെ പേരൻസൊക്കെ ജനിച്ചതും വളർന്നതൊക്കെ മറ്റോ മുംബൈയിലൊക്കെയാണ്. പിന്നെ അങ്ങനെയാണ് ഒരു കല്യാണം കഴിക്കും. പിന്നീട് ഈ നദാൻ ലോബോക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ന്യൂസിലാൻഡിൽ എത്തിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് പറയേണ്ടത്. ഇപ്പോൾ 22 വയസ്സുകാരനായിട്ടുള്ളൂ എങ്കിലും ഇപ്പോൾ ഓക്ലാൻഡ് സിറ്റി FCക്ക് വേണ്ടി ന്യൂസിലാൻഡ് ലീഗിലും OFC ചാമ്പ്യൻസ് ലീഗ്, ഇപ്പം ക്ലബ് വേൾഡ് കപ്പിലൊക്കെ അടക്കം ഏതാണ്ട് 100ഓളം മത്സരങ്ങൾ ഇതിനോടകം തന്നെ കളിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. അതൊരു ബിഗ് നമ്പർ തന്നെയാണ് ഒരു 22 വയസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ന്യൂസിലൻഡിന് വേണ്ടി അണ്ടർ 17, അണ്ടർ 23 കാറ്റഗറികളിലൊക്കെ കളിച്ചിട്ടുണ്ട്. കിരീടങ്ങളുമൊക്കെ ആ ഒരു യൂത്ത് ലെവലിലൊക്കെ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോഴത്തേക്കും OCA കാർഡ് ഹോൾഡറാണ് ഇദ്ദേഹം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ പല ഒറിജിൻ പ്ലേയേഴ്സിനെ പറ്റി പറയാറുണ്ട്, പക്ഷേ ഇദ്ദേഹം OCA കാർഡ് ഉള്ള ഒരാളാണ് എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനൊരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് ഇന്ത്യയെ റെപ്രസെൻറ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതെന്താകും എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നാഷനെ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത് എപ്പോഴും പ്രൈഡ് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഒരു യെസ്സോ ഒരു നോയോ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതിനുള്ള കാരണം നമുക്കറിയാം. നിലവിൽ ഇന്ത്യയിലെ ഒരു റൂള് എന്ന് പറയുന്നത് ഇപ്പോൾ OCA പ്ലേയേഴ്സിനൊന്നും കളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പിന്നെ അദ്ദേഹം ന്യൂസിലൻഡിൽ ജനിച്ച് ന്യൂസിലൻഡിന് വേണ്ടി യൂത്ത് ടീമുകൾക്കൊക്കെ വേണ്ടി കളിച്ചിട്ടുള്ളൊരു പ്ലെയറാണ് എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അപ്പം തീർച്ചയായിട്ടും അവിടുത്തെ ലീഗിൽ കളിക്കുന്ന പ്ലെയർ ന്യൂസിലൻഡ് ഇപ്പം വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നു 2026. അപ്പം അങ്ങനത്തെയൊക്കെയുള്ള സാധ്യതകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ന്യൂസിലൻഡ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഒരു പ്രിഫറൻസ് ആയിട്ട് വരുന്നുണ്ടാകുക. ഇപ്പം സർപ്രീത് സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയർ ഉണ്ട്. ഇപ്പം ന്യൂസിലൻഡിന് വേണ്ടിയിട്ട് മത്സരങ്ങൾ കളിച്ചു വരുന്ന ന്യൂസിലൻഡ് ദേശീയ ടീമിൽ ഉൾപ്പെടുന്ന പ്ലെയറാണ്. ഇദ്ദേഹം സീനിയർ ടീമിലേക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതായത് ഇപ്പം നദാൻ ലോബോ, സർപ്രീത് സിംഗ് ഓൾറെഡി ക്വാളിഫയേഴ്സിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. മുമ്പ് ഇന്ത്യക്കെതിരെയൊക്കെ ഒരു ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് മത്സരം ഇവിടെ വന്നിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബയൺ മ്യൂണിക്കിലേക്ക് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം പോർച്ചുഗലിൽ ഒരു സെക്കൻഡ് ടയർ ക്ലബ്ബിലാണ് കളിച്ചു വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ഈ ഇന്ത്യൻ ഒറിജിൻ പ്ലെയർ എന്ന നിലയിൽ ആദ്യമായിട്ട് വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്ന താരമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം അദ്ദേഹത്തിന് പിന്നാലെ ഈ പറഞ്ഞ ഒറിജിനായിട്ടുള്ള ഈ ഒരു താരമൊക്കെ ന്യൂസിലൻഡിൻ്റെ ഒരു സാധ്യതയിലൊക്കെ ഉള്ള ഒരു പ്ലെയറാണ്. ഇനിയിപ്പം OCA എന്ന് പറയുന്നിട്ടുള്ളൊരു റൂള് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ട് വരും. ഇപ്പം ഒരുപാട് പേരുണ്ട്. ഈ ഒരു പ്ലെയർ ജസ്റ്റ് ഇപ്പം ക്ലബ് വേൾഡ് കപ്പ് കളിച്ച സമയത്ത് നമ്മൾ പറഞ്ഞാണ്. അതല്ലാണ്ട് ഒരുപാട് പ്ലേയേഴ്സ് പുറത്തുണ്ട്. അപ്പം അവരുടെ സാധ്യതകളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, ചിലപ്പോൾ അവരുടെ പേരൻസ് ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആണെങ്കിലൊക്കെ. സോ ദാറ്റ്സ് ഇറ്റ് ഗേസ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് സൈനിങ് ഓഫ്.